ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഓണക്കായില്ലേ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ? ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ നാട്ടിലാണിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഓണത്തിന് ആ ഓണ സമയത്താണ് ഞങ്ങൾ നാട്ടിലേക്ക് വരാറ്. ഇപ്രാവശ്യം ഒരു മാസം മുന്നേ തന്നെ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഓണം ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. മറ്റത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കോട്ടയത്ത് നിന്ന് തന്നെ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്നാണ് ഓണത്തിന് ഷോപ്പ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ഓണക്കോടികൾ എടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ള ഓണ സെലിബ്രേഷൻ ആയിട്ടുള്ള ആ ഒരു ആഘോഷമൊന്നും ഇപ്രാവശ്യം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചതായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയ രീതിയിലുള്ള ചെറിയ ഓണത്തിന്റെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ അതറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അത് മാത്രമല്ല, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചേച്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ചേച്ചി കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ടേ, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതെല്ലാവരും വെക്കേഷൻ ആയതിൻ്റെ സന്തോഷത്തിലാണ്. ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നപ്പോൾ മാത്തനും ഒത്തിരി സന്തോഷമായി. അവർ കളിക്കുന്ന കൂടെ തന്നെ മാത്തനും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും കുഞ്ഞിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവരിന്ന് ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ ഇന്ന് തന്നെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. കാരണം സമയം ഒട്ടും കളയാനില്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ധൃതി പിടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്തൻ്റെ ടോയ്സ് എല്ലാം കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അച്ഛനും കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ മുന്നേ ഒട്ടും താല്പര്യമില്ല കേട്ടോ ഷോപ്പിങ്ങിന് വരാനേ. കാരണം കണ്ണൻ്റെ കൂടെയുള്ള കളിക്കാനുള്ള സമയം കുറഞ്ഞു പോകുമോ എന്നുള്ളതായിരുന്നു ആദ്യയുടെ വിഷമം. അവർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ ആദ്യത്തെ പ്ലാൻ. പിന്നെ ആയിരുന്നു കേട്ടോ അത് പെരുന്തമണ്ണയ്ക്ക് മാറിയത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മാത്തനാണേലും ഫുൾ ഫ്രീഡം കിട്ടിയ പോലെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് അമ്മേൻ്റെ കൂടെ ഫ്രണ്ട് കയറി ഇരിക്കുന്നതും. എല്ലാവരും ഒന്ന് വന്നപ്പോഴാണ് കേട്ടോ ഓണത്തിൻ്റെ ആ ഒരു രസം വരാൻ തുടങ്ങിയത്. പെരുന്തമണ്ണയ്ക്ക് ഇറങ്ങിയപ്പോഴും ഞങ്ങൾക്കറിയില്ലായിരുന്നു എവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യുന്നുള്ളത്. പിന്നെയാണ് അമ്മ പറഞ്ഞത് പുതുതായിട്ട് വെഡ്സിംഗ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോയാലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി കയറി കഴിഞ്ഞാൽ കൊടുക്കുന്നൊരു സ്വഭാവം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചി ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കൈ പിടിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മാത്രം ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും ആ ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ അച്ഛനുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം മാത്രം അച്ഛനെ കിട്ടിയാൽ മതി, അച്ഛൻ്റെ കൂടെ ഇരുന്നോളും. അതായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോക്കാമല്ലോ. ഞാനും അമ്മയും ചേച്ചിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. ആദ്യം തന്നെ ജെൻസിൻ്റെ ഐറ്റംസ് ഒന്ന് തീർക്കാന്നുള്ളതായിരുന്നു പ്ലാന്. അതുകൊണ്ട് തന്നെ ഇരിച്ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡിനും ഉള്ളതാണ് ആദ്യം നോക്കിയത്. അവർക്ക് രണ്ടുപേർക്കുള്ളത് ഞങ്ങൾ ഏകദേശം സെലക്ട് ചെയ്ത് വെച്ചപ്പോഴാണ് ആദ്യക്കുട്ടനും മാത്തനും ഉള്ളത് നോക്കാൻ തുടങ്ങിയത്. മാത്തന് ഇപ്രാവശ്യം ഷോപ്പിങ്ങിന് വന്നിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഒരു പേടിയുള്ളത് എൻ്റെ ചേച്ചീനെയാണ്. അതുകൊണ്ട് തന്നെ ആളിന്ന് നല്ല ഡീസൻറ്റിലാണ്. ആദ്യക്കുട്ടന് ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്തപ്പോഴും മാത്തൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെയും ഡ്രസ്സ് മാറ്റണം എന്നാണ് മാത്തൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യക്കുള്ള ഡ്രസ്സ് ഏകദേശം സെറ്റായ സ്ഥിതിക്ക് മാത്തനുള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. ഞങ്ങളെക്കാൾ കൂടുതൽ മാത്തനായിരുന്നു അത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ അവനെയും കൊണ്ട് ട്രയലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിയിട്ടോ. ആളെന്താണെന്നറിയില്ല, അതൊക്കെ നല്ല സഹകരിച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നത്. മാത്തനുള്ളത് സെറ്റായ സ്ഥിതിക്ക് ഇനി അച്ഛനുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ്റെ സെക്ഷനും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയയിലോട്ടാണ് ഈ പോകുന്നത്. ഈ 5 പേരുടെയും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും പ്ലാന്. അത് ഞങ്ങൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഒരു ലോകത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം വന്നത്. അമ്മയ്ക്ക് ഇപ്രാവശ്യം സാരിയല്ല എടുക്കുന്നത്, അമ്മയ്ക്ക് ചുരിദാറാണ്. അതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാതെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ.
അമ്മയുടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മാത്തനും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും ചേച്ചിയും പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു വിഷമം ഞങ്ങൾക്കില്ല, കാരണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടല്ലേ, കുറച്ചൊക്കെ ഒന്ന് ക്ഷീണിക്കാമല്ലേ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ടോ. കഴിക്കാൻ കയറിയത് ഒത്തിരി വലിയ റെസ്റ്റോറൻറ്റിലൊന്നല്ല, ചെറിയൊരു ഹോട്ടലാണ്. പക്ഷെ അവിടെ നല്ല ഫുഡ് കിട്ടും. ഞങ്ങൾ അച്ഛൻ്റെ കൂടെയൊക്കെ പോരുമ്പോൾ അധികവും ഇവിടെ തന്നെയാണ് കേട്ടോ കയറാറ്. വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാട്ടോ ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് പോരുമ്പോൾ ഞങ്ങൾ അധികവും ഇവിടെ തന്നെ കയറുന്നത്. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഐറ്റമാണ് നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടും അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാനും ചേച്ചി അനിയനും നല്ല നെയ്ച്ചോർ ഫാൻസ് ആണ്. ഇതിലൊന്നും പെടാത്ത ആളാണ് കേട്ടോ അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവും ചില്ലി ചിക്കനും കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം. എല്ലാവർക്കും നന്നായിട്ട് വിശന്നുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും നോക്കാൻ നിന്നില്ല കേട്ടോ. വേഗം എല്ലാം കഴിച്ചു തീർത്തു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹോട്ടലിൻ്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ സുഖമായിട്ടൊന്ന് ഉറങ്ങട്ടെ, അത് കഴിഞ്ഞ് നാളെ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓണം ഷോപ്പിംഗ് നിങ്ങൾ കണ്ടില്ലേ, ഇനി ആർക്കൊക്കെ എന്തൊക്കെ ഓണക്കോടികളാണ് എടുത്തത് എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്രാവശ്യത്തെ ചെറിയ രീതിയിലുള്ള ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓണക്കോടികളാണ്. ഇവിടെ അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഓണക്കോടി. അതുപോലെ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ചേട്ടൻ്റെ വീട്ടുകാർക്കും കൂടെ എടുത്തിട്ടുള്ള ഓണക്കോടികളും ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇന്നലെ വാങ്ങിച്ചതാണ് ഇത്ര ഐറ്റംസ്. അപ്പോൾ ഇനി ഓരോരുത്തരുടെ എന്തൊക്കെയാണ് എങ്ങനത്തെയാണ് ഡ്രസ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. ആദ്യം ഞാൻ അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഓണക്കോടി കാണിക്കാം കേട്ടോ. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ചേച്ചിയും അമ്മയും അച്ഛനും കൂടെ പോയിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ പെരുമണി പോയിട്ടാട്ടോ ഷോപ്പിംഗ് നടത്തിയത്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള വെക്സിൻ്റെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓണത്തിൻ്റെ ആ ഒരു തിരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അധിക സമയമൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഇറങ്ങുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് കാണാം. ഇത് കണ്ടോ, ഇത് എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇത് ഒരു യെല്ലോ കളറ് ഡ്രസ്സ്, നല്ല രസമുണ്ട്. പ്രാവശ്യം അച്ഛനെ അതായത് ഇവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ അച്ഛനും അമ്മയും എടുത്ത് വയ്ക്കും, എന്നിട്ട് ഞങ്ങൾക്ക് തരികയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് ഇരുചേട്ടന് വേണ്ടിയിട്ട് ഇവിടെ അച്ഛനും വാങ്ങിച്ചതാണ് ഈ ഒരു ഇത്. ഇപ്പോൾ ഇരുചേട്ടൻ വന്നാലേ ഉള്ളൂ ഇരുചേട്ടൻ്റെ സൈസ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. മിക്കവാറും ഇരുചേട്ടൻ എല്ലാ പ്രാവശ്യവും ഇരുചേട്ടൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുചേട്ടൻ വന്നിട്ട് മാറ്റാറുണ്ട്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. കളറൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ സൈസിൻ്റെ ഇഷ്യൂ വരും എന്നുള്ളതൊരു സംശയമുണ്ട്. അപ്പോൾ ഇതാണ് ഇരുചേട്ടൻ്റെ ഡ്രസ്സ്. ഇനിയിപ്പോൾ മാഷൻ്റെ ഡ്രസ്സ് ഞാൻ കാണിക്കാം. മാഷൻ്റെ ഒരു വെറൈറ്റി ഡ്രസ്സാണ് കണ്ടോ. ഒരു ചെയിനൊക്കെ വന്നിട്ടുണ്ട്, സിൽവർ ചെയിനൊക്കെ. നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന്. ഇച്ചിരി ലൂസാണ്, പക്ഷേ ആൾക്ക് ഇത് നല്ല രസമുണ്ട്. അത് കാരണം ഞങ്ങൾ ഇതാ വാങ്ങിച്ചത്. അതിൻ്റെ ട്രൗസറും. ഇനി ചേച്ചിക്ക് എടുത്തത് കാണിക്കാം. ചേച്ചിക്കും എനിക്കും കളർ ചേഞ്ച് ആയിരുന്നു വാങ്ങിച്ചത്. ഇത് ചേച്ചിയുടെ സെയിം എൻ്റെ കളർ ചേഞ്ചാണ്. ഒരു പീച്ച് ഷെയ്ഡ് വന്നിട്ട് ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ വെറൈറ്റി ഷെയ്ഡൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, ഒരു മജന്ത ഷെയ്ഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡിന് വാങ്ങിച്ച ഷർട്ടാണ്. അത് ചേച്ചി ഇതൊരു നല്ല ഡാർക്ക് ഗ്രീനാണ്, പക്ഷേ വീഡിയോയിൽ അത്ര കാണുന്നില്ല. നല്ല ഭംഗിയുണ്ട്. പ്ലെയിൻ നോക്കി വാങ്ങിച്ചതാണ്. ഈ ഇല്ലാത്ത കളർ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് ചേച്ചിയുടെ മോനുടേതാണ്. ഇത് ആദിക്കുട്ടൻ്റെയാണ്. ആദിക്കുട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ ആദിയുടെയാണ്. അതിക്ക് ഇത് ഇട്ട് നോക്കി സൈസൊക്കെ ഓക്കെ ആക്കി അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് നല്ല രസമുള്ളതാണ്. ബ്ലാക്ക് ട്രൗസർ. അപ്പോൾ ഇത്രയാണ് അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഇനി അച്ഛമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ അമ്മയുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ വകയിൽ ഓണക്കോടി. ഇനി അമ്മമ്മയ്ക്ക്, അതായത് അമ്മയുടെ അമ്മയ്ക്ക് എടുത്തിട്ടുള്ള സാരി കാണിക്കാം. ഇതാണ് അമ്മയുടെ അമ്മയ്ക്ക് എടുത്തിട്ടുള്ള സാരി കേട്ടോ. ഇത് നല്ല ഷെയ്ഡ്, ബിസ്ക്കറ്റ് കളർ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ അച്ഛമ്മയ്ക്ക് എടുത്താൽ അമ്മ കൊണ്ടു കൊടുത്തിട്ടു. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഇത്രയാണ് ഇപ്പോൾ അച്ഛൻ്റെ വകയുള്ള ഓണക്കോടി. ഇനിയിപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കും അച്ഛനും കൂടെ എടുത്തിട്ടുള്ള ഓണക്കോടിയും കൂടെ കാണിക്കാം.
ഇതാണ് അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ചുരിദാറാണ്. ഇതൊരു ബനാറസി ടൈപ്പ് മെറ്റീരിയലാണ്. കണ്ടോ, ഇത് ഷോള്, ഇത് നമ്മുടെ അതായത് കുർത്തി വരും, ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ കളർ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് വെച്ച് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്രാവശ്യം സാരി വേണ്ടാന്ന് അമ്മ പറയുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒത്തിരി സാരി വന്നിട്ടുണ്ട്. കാരണം എൻഗേജ്മെൻറ്റിനും എല്ലാത്തിനും കൂടെ ഒരുപാട് സാരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്രാവശ്യം സാരി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അധികം സാരി ഉടുക്കുന്നില്ലല്ലോ, അമ്മ കൂടുതലായിട്ടും ഇപ്പോൾ ചുരിദാർ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇതാണ് അച്ഛൻ്റെ. അച്ഛന് ബ്ലാക്ക് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛന് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട്. പിന്നെ ഒരു ഇതൊന്ന് ചേച്ചി. പിന്നെ ഇതാണ് ഇട്ടുള്ളത്, ഈ ഷർട്ട്. ഇത് അച്ഛൻ്റെ ഷർട്ട് തന്നെയാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ്. അച്ഛന് ഇല്ലാത്തൊരു ഷെയ്ഡ് നോക്കി വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു പ്രിന്റ് ഒക്കെ ഉണ്ട് അച്ഛന്, അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഉള്ളതൊക്കെ ഇടുന്നത് കേട്ടോ. പക്ഷേ അച്ഛന് ഇടാന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുണ്ടൊക്കെ അച്ഛൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം അനിയനുണ്ട്, അനിയൻ്റെ ഓണക്കോടിയും അവൻ വന്നതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അവന് ഭയങ്കര സൈസ് ഇഷ്യൂവും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അച്ഛനും അതേപോലെ ഞങ്ങളും അവന് വാങ്ങിച്ചു കൊടുക്കുന്നത് അവൻ വന്നതിന് ശേഷം ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. ഇത്രയ്ക്കാണ് കേട്ടോ ഇവിടുത്തെ ഓണക്കോടി ഉള്ളത്. ഇതിപ്പോൾ ഈച്ചേട്ടൻ്റെ വീട്ടിലേക്കും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ഇപ്പം അമ്മയ്ക്കും ഈച്ചേട്ടൻ്റെ ചേച്ചിക്കുള്ളത് മാത്രമേ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ചേച്ചിയുടെ മോനുള്ളത് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കി, പക്ഷേ എനിക്ക് സൈസ് ഓക്കെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈച്ചേട്ടനും കൂടെ വന്നതിന് ശേഷമേ ഉള്ളൂ അത് വാങ്ങിക്കുന്നുള്ളൂ. അതുപോലെ അച്ഛനുള്ളത് വാങ്ങിച്ചിട്ടില്ല. അച്ഛൻ്റെ ഈച്ചേട്ടൻ വന്നതിന് ശേഷം വാങ്ങിക്കുന്നുള്ളൂ. അപ്പം അമ്മയ്ക്കും ചേച്ചിക്കും വാങ്ങിച്ചതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് അമ്മയ്ക്ക് വാങ്ങിച്ചത്. ഇത് ഒരു കോഫി ബ്രൗൺ കളറിൽ ഒരു മജന്ത ഷെയ്ഡ് ബോർഡറും പല്ലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് അടിപൊളി ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചതല്ല, വെച്ചിരിയതല്ല വാങ്ങിച്ചത്, ഇത് ഫാമിലിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെയൊക്കെ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. ചേച്ചിക്കും അമ്മയ്ക്കും ഉള്ളത് ഞാൻ മുന്നേ വാങ്ങിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. പിന്നെ മാത്രയും കൊണ്ടാണ് ഒരു ഷോപ്പിംഗ് നടത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ടാണ് ഞങ്ങൾ പോയി വാങ്ങിച്ചത്. ചേച്ചിയുടെ ഒരു കുർത്തി സെറ്റാണ് ചേച്ചിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ചേച്ചി ഇടുന്ന ടൈപ്പ് ഓഫ് മോഡൽ നോക്കിയിട്ട് അങ്ങനത്തെ വാങ്ങിച്ചതാട്ടോ. ഇതാണ് ചേച്ചിയുള്ളത്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇവിടെ ചെറിയ ഫ്ലീറ്റ്സൊക്കെ വന്നിട്ടുള്ള ഒരു മോഡല്. ഓപ്പൺ കുർത്തീസ് ഒന്നും ചേച്ചി അധികം യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഗൗൺ മോഡലൊക്കെയാണ് ചേച്ചി അധികം യൂസ് ചെയ്യുന്നത്. അത് കാരണം ചേച്ചിക്ക് അങ്ങനത്തെ ഞാൻ നോക്കി വാങ്ങിച്ചതാണ്. ഫാമിലിയിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഈ കുർത്തിയുടെയൊക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. പിന്നെ ചേച്ചിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡും കൂടെ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഈശ്വരനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കാണിച്ച് ഈശ്വരൻ്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. എല്ലാ പ്രാവശ്യവും ഈശ്വരൻ ഉണ്ടാവാറുണ്ട് കൂടെ ഷോപ്പിങ്ങിന്, പക്ഷേ ഇപ്രാവശ്യം ഈശ്വരനില്ല. കാരണം ഞാൻ മുന്നേ വന്നത് കാരണം എന്താ പറയുക, ഒരുമിച്ച് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത് അതിൻ്റെ ഷോളാണ്. ഇവിടെ എടുത്തിട്ടുള്ള ഓണക്കോടികൾ. ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് തൊട്ട് ദിവസം തന്നെയാണ് ഓണം വരുന്നത്. അപ്പോൾ ആ ഓണ സമയത്ത് ഞങ്ങളാണെങ്കിൽ ഈശ്വരൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ പ്രാവശ്യം അവിടെ ഓണം ആഘോഷിച്ചതിന് ശേഷം, തിരുവോണം അവിടെ ആഘോഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടാണ് ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എൻഗേജ്മെൻറ്റ് നേരത്തെ ഉള്ളത് കാരണം ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരുവോണത്തിൻ്റെ അന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓണ ഷോപ്പിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.